വെള്ളാപ്പള്ളി നടേശൻ നമ്മളൊപ്പം ടെലിഫോണിലായിരുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, നമുക്കറിയാം പാർട്ടിയിൽ എത്രത്തോളം പ്രാധാന്യമുള്ള നേതാവാണ് ജി സുധാകരൻ എന്ന്. അദ്ദേഹത്തിന് ചില വേദനകളുണ്ട്, പാർട്ടിയിൽ നിന്നത്തെ മാറ്റി നിർത്തിയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം തുറന്നു പറയുകയാണ് എളമരം കരീമിനെതിരെ അടക്കം തന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ചിട്ട് പോലും തനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ വന്നു. എളമരം കരീം 1.5 ലക്ഷം വോട്ടിന് തോറ്റു കോഴിക്കോട്ട് സ്വന്തം തട്ടകത്തിൽ. അത് അന്വേഷിക്കാൻ ആരും ഉണ്ടായില്ല. അങ്ങനെ വേദന തുറന്നു പറയുന്ന സുധാകരന്റെ വേദന കേൾക്കണ്ടേ പാർട്ടി? തീർച്ചയായും കേൾക്കണം. പ്രത്യേകിച്ചും സുധാകരനെ കൂട്ട് അദ്ദേഹം ജനപ്രിയനാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തില് ഇത്രയധികം നല്ല മിടുക്കനായ ഒരു പൊതുമരാമത്ത് മന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ MLA ആയിട്ടാണെങ്കിലും മന്ത്രിയായിട്ടാണെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു ഏറ്റവും പേരുണ്ടാക്കി കൊടുത്ത ഒരു തിലക്കുറിയായി പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയാണ് ജി സുധാകരൻ സാഹു. അദ്ദേഹത്തിന്റെ വേദനയും പ്രയാസങ്ങളും ഉണ്ടാകാം, അത് പാർട്ടി ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. പക്ഷേ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആർക്കുണ്ടായാൽ പോലും ആലപ്പുഴ ജില്ലയിൽ നിന്നല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ് ജി സുധാകരൻ. എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട് അന്നും ഇന്നും എന്നുള്ളതാണ് നേരെ. അദ്ദേഹം ചില തിരുത്തൽ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു എന്നുള്ള പേര് തള്ളാതെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്ന ആരായാലും അത് മനസ്സിലാക്കി അത് തിരുത്തി പോകുന്നത് എന്തുകൊണ്ടും പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറയുന്നതാണ്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ ശക്തിയായി പറയുന്നവരെ ക്രൂശിക്കാതെ തെറ്റ് തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഇനിയും അവസരമുണ്ട്. ഇടതുപക്ഷത്തിന് ഇനിയും എഴുതിത്തള്ളാനൊക്കുന്ന ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് ഇനിയും ശുഭപ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ പുതിയൊരു ശൈലി, ഏതായാലും പുതിയ മന്ത്രിമാർ വന്നതെല്ലാം തന്നെ അത്ര മിടുക്ക് കാണിക്കാൻ പറ്റിയവരായിരുന്നില്ല. അത് ഓരോരുത്തരെയും പറ്റി ഞാൻ എടുത്തു പറയുന്നില്ല, അത് പലർക്കും ഇഷ്ടക്കുറവ് വരാം. ഇതൊരു ആത്മപരിശോധന പാർട്ടി സ്വയം നടത്തിയാൽ സെക്കൻഡ് ടേമിലുള്ള മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ പലരുടെയും, എല്ലാവരുടെയും എന്ന് പറയുന്നില്ല, പലരുടെയും അഭികാമ്യമായിരുന്നില്ല. പക്ഷെ എല്ലാ കുറ്റങ്ങളും കൂടി ഇപ്പോൾ തലയെ വെച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ തലയിലാണ്. കുറ്റങ്ങളെല്ലാം അതേസമയത്ത് കുറ്റം ചെയ്തവരെല്ലാം പുണ്യാളന്മാരായിട്ടിരിക്കുകയും നല്ലതെല്ലാം വന്നപ്പോൾ എല്ലാവരും പങ്കിട്ടു എടുത്തു നന്മകളെല്ലാം കൂടെ എന്ന ഘടകകക്ഷികളും എല്ലാവരും തന്നെ. പക്ഷെ മോശം വന്നപ്പോൾ എല്ലാം പിണറായിയുടെ തലയിൽ മാത്രം വെച്ചു കെട്ടിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പൊ കാണുന്നത്. ഇതൊരു LDF ഭരണമാണ്. LDF ഭരണത്തിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട്. പിണറായി മാത്രമല്ല കുറ്റം പറയേണ്ടത്, തിരുത്തേണ്ട സമയത്ത് തിരുത്തിക്കാനുള്ള ബാധ്യതയും വാക്കുകൾ എല്ലാവർക്കും ഉണ്ട്. അത് പറയാതെ മിണ്ടാതെ പഞ്ചപുച്ഛാടച്ച് നിന്നുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം അനുഭവിച്ച ശേഷം ഒരു മോശം അവസ്ഥ വന്നപ്പോൾ പിണറായി മാത്രം തള്ളി പറഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരായാലും ഇതിനകത്തുള്ളവരാരും ശരിയല്ല എന്ന് പറയേണ്ടി വന്ന് എനിക്ക് ദുഃഖമുണ്ട്. സർ, ഒരു കാര്യം കൂടി, താങ്കളെ കുറിച്ച് സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്